ഫോട്ടോഷോപ്പ് ഇന്ന് വളരെയധികം പ്രചാരം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ആധുനിക ലോകത്തിൽ ഫോട്ടോഷോപ്പ് എന്ന വാക്ക് കേൾക്കാത്ത കമ്പ്യൂട്ടർ ഉപയോക്താക്കൾ ചുരുക്കമായിരിക്കും. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഇടം നേടാൻ ഫോട്ടോഷോപ്പിന് സാധിച്ചു. സിനിമ ഉൾപ്പെടെയുള്ള കലാപരമായ മേഖലകളിലും ഈ സോഫ്റ്റ്വെയർ തൻ്റെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു. കലയുടെ അളവുകളിൽ സാങ്കേതികതയുടെ സ്പർശം നൽകിയാണ് ഫോട്ടോഷോപ്പ് നിലകൊള്ളുന്നത്. ഇമേജുകളുടെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിന് കൂടുതൽ സാധ്യത നൽകുകയാണ് ഫോട്ടോഷോപ്പിൻ്റെ പ്രധാന ദൗത്യമെന്നും ചിന്തിക്കാവുന്നതാണ്. മാറിവന്ന വെർഷനുകൾ ഫോട്ടോഷോപ്പിൻ്റെ വിവിധ മുഖങ്ങൾ ലോകത്തിന് മുമ്പിൽ ദൃശ്യമാക്കി. എന്താണ് ഫോട്ടോഷോപ്പ് എന്നും എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനമെന്നും നമുക്ക് പരിശോധിക്കാം. അഡോബ് ഫോട്ടോഷോപ്പ് എന്നത് യഥാർത്ഥത്തിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് അഡോബ് സിസ്റ്റം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ് എന്ന് ചുരുക്കം. പരസ്യകലാരംഗത്തും ഫോട്ടോ, സിനിമ തുടങ്ങിയ മേഖലകളിലും ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി അഡോബ് ഫോട്ടോഷോപ്പ് മാറിയിരിക്കുന്നു. ലോകത്തിലെ തന്നെ ശക്തമായൊരു ഇമേജ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന നിലയിലും ഫോട്ടോഷോപ്പിനെ വിലയിരുത്താം. പഴയതും കേടുവന്നതുമായ ഇമേജുകളെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും അവർക്ക് സ്പെഷ്യൽ ഇഫക്റ്റ് നൽകുന്നതിനും സഹായകമായ ഫോട്ടോഷോപ്പ് ചില ചിത്രങ്ങളുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ, വെബ്സൈറ്റ്, അച്ചടി പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവയുടെ മേഖലകളിലും സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ സോഫ്റ്റ്വെയർ ഗ്രാഫിക്സ് ലോകത്തൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. 1980കളിൽ അമേരിക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ തോമസ് നോളും അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനായ ജോൺ നോളും നടത്തിയ പരീക്ഷണമാണ് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിൻ്റെ ആഗമനത്തിന് തുടക്കം കുറിച്ചത്. 1987 ഇവർ രണ്ടുപേരും ചേർന്ന് ഗ്രേ സ്കെയിൽ ചിത്രങ്ങൾ ശരിയായി പ്രദർശിപ്പിക്കാനുള്ള പ്രോഗ്രാം എഴുതിയുണ്ടാക്കി. ഈ പ്രോഗ്രാം ഡിസ്പ്ലേ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1988 ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇമേജ് പ്രോ എന്ന പേരിൽ മറ്റൊരു പ്രോഗ്രാം കൂടി ഉണ്ടാക്കി. തോമസ് പിന്നീട് ഇതിൻ്റെ പേര് ഫോട്ടോഷോപ്പ് എന്നാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ അന്നത്തെ പ്രമുഖ കമ്പനികളൊന്നും പുതിയ സോഫ്റ്റ്വെയറിനെ പിന്തുണക്കാൻ തയ്യാറായിരുന്നില്ല. തുടർന്ന് 1988 അഡോബിൻ്റെ ക്രിയേറ്റീവ് സംഘം മുമ്പാകെ ജോൺ തൻ്റെ സോഫ്റ്റ്വെയർ പ്രദർശിപ്പിച്ചു. ഇതിനെ തുടർന്ന് നോൾ സഹോദരന്മാർ അഡോബുമായി ഉടമ്പടിയിലെത്തുകയും 10 മാസങ്ങൾക്ക് ശേഷം 1990 ഫെബ്രുവരിയിൽ ഫോട്ടോഷോപ്പ് 1.0 പുറത്തിറക്കുകയും ചെയ്തു. തുടർന്ന് അങ്ങോട്ട് ഫോട്ടോഷോപ്പിന് അടിക്കടി പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു കൺസ്യൂമർ വെർഷൻ കൂടി ഈ സംരംഭം തുടക്കമായി. ഇത് ഫോട്ടോഷോപ്പ് 4.0 ലിമിറ്റഡ് എഡിഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. തുടർന്നാണ് ഫോട്ടോഷോപ്പ് 7.0 ഇറങ്ങിയത്. 2005ഓടെ ഫോട്ടോഷോപ്പ് രംഗത്ത് CS അഥവാ ക്രിയേറ്റീവ് സ്യൂട്ട് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. CS പരമ്പരയിൽപ്പെട്ട CS6 വരെ എത്തിക്കഴിഞ്ഞു. എന്നാൽ പിന്നീട് ഫോട്ടോഷോപ്പ് CS ആധിപത്യത്തിന് ശേഷം CCക്ക് വഴിമാറുകയായിരുന്നു. ഇതിലെ ഏറ്റവും പുതിയ വെർഷനായ ഫോട്ടോഷോപ്പ് CC 2020 വരെ എത്തിക്കഴിഞ്ഞു. മറ്റുള്ള സോഫ്റ്റ്വെയറുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ലളിതമായ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാമെന്നത് തന്നെയാണ് ഉപഭോക്താക്കളെ ഇന്നും ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത്.